തോൽവികൾക്ക് ഒരു ചാമ്പ്യൻ പട്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് ലഭിക്കേണ്ടത്. ഭീകരവാദ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട നിങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ അർഹനല്ല. വല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്കും പോകൂ. കഴിഞ്ഞ ദിവസം ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുറിനെതിരെ ജനങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങളാണിത്. കനത്ത സുരക്ഷയിൽ വടക്കൻ ഇസ്രായേലിലെ ബസ്മത്ത് തബൂൺ ഗ്രാമം സന്ദർശിക്കാനെത്തിയ ബെൻഗുറിനെ കൂവലുകളോടെയാണ് നാട്ടുകാർ വരവേറ്റത്. ഇസ്രായേലിൽ ഇയാൾക്കെതിരെ ജനരോഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. 2 ദിവസം മുമ്പാണ് ബെൻഗുർ ഗസയിലെ മനുഷ്യർക്കെതിരെ ഒരു വംശഹത്യാ മുറവിളി നടത്തിയത്. ഗസയിലെ മനുഷ്യരെ തിരഞ്ഞുപിടിച്ചു കൊല്ലണം. ഓരോ രാത്രിയിലും 30 മുതൽ 40 പേർ എന്ന തോതിൽ. നമുക്ക് ഭീഷണി ഇല്ലാത്തവരെയും കൊല്ലാം. അവിടുത്തുകാർ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ്. അവർ മനുഷ്യർ പോലുമല്ലെന്ന് ഞാൻ പറയും. ഇങ്ങനെ പോകുന്നു ബെൻഗുറിന്റെ ആഹ്വാനം. താൻ നെതന്യാഹുവിനോട് വിയോജിക്കുന്നുവെന്നും ഗസയിലെ സൈനിക നടപടികളിൽ അയവ് വരുത്തുന്നത് എന്തിനാണെന്നും ചോദിച്ച ബെൻഗുർ ഗസയെ മനുഷ്യരില്ലാത്ത തുരുത്താക്കി മാറ്റണമെന്നാണ് ആക്രോശിക്കുന്നത്. ഗസയിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഇസ്രായേലി സൈനികൻ റോം ബ്രാസ്ലവ്സ്കിയുടെ പോഡ്കാസ്റ്റിലായിരുന്നു ബെൻഗുറിന്റെ മുറവിളി. ഇതിനു മുമ്പും സമാനമായ വംശഹത്യാ ആഹ്വാനങ്ങൾ ബെൻഗുർ നടത്തുന്നുണ്ട്. ആരാണ് ഇറ്റാമിർ ബെൻഗുർ? ഇസ്രായേലിലെ വിവാദ നായകനായൊരു തീവ്ര വലതുപക്ഷ നേതാവാണ് ബെൻഗുർ. ഓസ്മ യഹൂദിത് എന്ന രാജ്യത്തെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ബെൻഗുർ ഏറെ കാലമായി പലസ്തീനികൾക്കെതിരായ തന്റെ വംശഹത്യാ മുറവികൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാജ്യത്തെ തീവ്ര വലതുപക്ഷ നേതാവായിരുന്ന മേയർ കഹാനയുടെ അനുയായിയായ ബെൻഗുർ നെതന്യാഹു മന്ത്രിസഭയിലെ സുരക്ഷാ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് 2022-ലാണ്. ചെറുപ്പം മുതൽ തന്നെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധം പുലർത്തി വന്ന ഇയാൾ മേയർ കഹാനെ സ്ഥാപിച്ച കച്ച് പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നു. ഈ സംഘടന പിന്നീട് ഇസ്രായേലിലും അമേരിക്കയിലും ഭീകര സംഘടനയായി നിരോധിക്കപ്പെട്ടു. ഇന്നും ബെൻഗുർ കഹാനയെ തന്റെ ആത്മീയ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത്. അറബികളെ ഇസ്രായേലിൽ നിന്നും അധീന പ്രദേശങ്ങളിലും പുറത്താക്കണമെന്ന് അക്കാലത്ത് കച്ച് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. അറബികളും ജൂതരും തമ്മിലുള്ള സഹവർത്തിത്വത്തെ ശക്തമായി എതിർത്തയാളായിരുന്നു മേയർ കഹാനെ. ബെൻഗുറിന്റെ രാഷ്ട്രീയ ഭൂതകാലം ഏറെ വിവാദപരമാണ്. വലതുപക്ഷ സൈനിസ്റ്റ് സംഘങ്ങൾക്കൊപ്പം പലസ്തീനികളായ അറബികളുടെ കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തതാണ് ബെൻഗുറിന്റെ തുടക്കം. ഗസ വംശഹത്യ കാലത്ത് ബന്ദി കൈമാറ്റത്തിനും യുദ്ധം അവസാനിപ്പിക്കാനും അവസരങ്ങൾ വന്നപ്പോൾ ബന്ദികൾക്ക് എന്ത് സംഭവിച്ചാലും ഗസ ഉന്മൂലനം ചെയ്യണമെന്നായിരുന്നു ബെൻഗുറിന്റെ പാർട്ടിയുടെ നിലപാട്. സ്പാനിഷ് ഫുട്ബോൾ താരം ലമീൻ യമാൽ പലസ്തീൻ കൊടി പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ നിലവിലില്ലാത്ത ഒരു രാജ്യത്തിന്റെ കൊടിയാണ് നിന്റെ കയ്യിലെന്നായിരുന്നു ബെൻഗുറിന്റെ പരിഹാസം. 1994 അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു പള്ളിയിൽ കയറി 29 പലസ്തീനികളെ വെടിവെച്ചു കൊന്ന സയോണിസ്റ്റ് തീവ്രവാദി ബറൂച്ച് ഗോൾഡ്സ്റ്റീന്റെ കടുത്ത ആരാധകനാണ് ബെൻഗുർ. തന്റെ വീട്ടിലെ ലിവിംഗ് റൂമിൽ ഗോൾഡ്സ്റ്റീന്റെ ചിത്രം ഏറെക്കാലം ചില്ലിട്ട് സൂക്ഷിച്ചിരുന്നു ഇയാൾ. ബെൻഗുർ താമസിക്കുന്നത് പോലും കിറിയാത്ത് അർബ എന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ള ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിലൊന്നാണ്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റങ്ങൾ ശക്തമാക്കണമെന്ന് വാദിക്കുന്ന ബെൻഗുറിന് ഈ പ്രവിശ്യയിലെ ഇസ്രായേൽ ബോർഡർ പോലീസ് വിഭാഗത്തിന്മേലുള്ള നിയന്ത്രണവുമുണ്ട്. അടുത്തിടെ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങളുമായി പോയ സുമൂദ് ഫ്ലോട്ടില പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ബെൻഗുർ പങ്കുവച്ചിരുന്നു. ബന്ദികളാക്കപ്പെട്ട ഫ്ലോട്ടില അംഗങ്ങളെ ബെൻഗുർ തന്നെ മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചതിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ബെൻഗുറിനെതിരെയും ഇസ്രായേലി ഭരണകൂടത്തിനെതിരെയും രംഗത്ത് വന്നിരുന്നു. തുടർച്ചയായ വംശീയ പരാമർശങ്ങളെ തുടർന്ന് ഫ്രാൻസ് ബെൻഗുറിന് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ക്രൂരമായ സൈനിക നടപടികൾ പലതിനെയും അഭിനന്ദിച്ച് രംഗത്ത് വരാറുണ്ട് ബെൻഗുർ. 2024 ഷുഫാത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 13 വയസ്സുകാരൻ റാമി ഹംദാനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ഇസ്രായേലി സൈനികനെ പരസ്യമായി അഭിനന്ദിച്ച ബെൻഗുർ തങ്ങളുടെ സൈനികരുടെ ജീവന് ഭീഷണിയായ ഭീകരനാണ് റാമി എന്നാണ് പ്രതികരിച്ചത്. സുരക്ഷാ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പലസ്തീൻ അധിനിവേശങ്ങളെ നേരിട്ട് പലകുറി പങ്കെടുത്ത ബെൻഗുർ പലതവണ മസ്ജിദുൽ അഖ്സക്കും പരിസര പ്രദേശങ്ങളും വന്ന് ജൂതമതപ്രകാരമുള്ള ആരാധനകൾ നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളി ഇസ്രായേൽ 1948 സ്ഥാപിതമാകുമ്പോൾ ജൂയിഷ് ഹോംലാൻഡ് അഥവാ ജൂതന്മാർക്കുള്ള സ്വന്തം നാട് എന്നായിരുന്നു സയനിസ്റ്റ് പ്രൊപ്പഗാൻഡ. എന്നാൽ ആശയപരമായി ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെക്കുമ്പോഴും പിന്നീട് യുദ്ധങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും കരാർ ലംഘനങ്ങളിലൂടെയും ഇസ്രായേൽ ഒരു പരമാധികാര ഫലസ്തീന്റെ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് പണ്ടത്തെ ഇസ്രായേലി നേതാക്കൾ അവകാശപ്പെട്ടതിൽ നിന്ന് മാറി ഗസയും ഞങ്ങളുടേത്, വെസ്റ്റ് ബാങ്കും ഞങ്ങളുടേത്, ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നേതാക്കളെയാണ് ബെഞ്ചമിൻ നെതന്യാഹു തൊട്ട് ഇസ്രായേലി രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സയണിസ്റ്റ് ആശയധാര അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ ഇസ്രായേലിനെ പൂർണ്ണാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ബിംബമാണ് ബെൻഗുർ. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിലൊന്ന് നേരിട്ട ഗസയിലെ മനുഷ്യരെ ദിവസവും 40 പേരെ വെച്ച് കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്തിട്ടും ഇസ്രായേലിന്റെ അകത്തുനിന്നോ പുറത്തുനിന്നോ ഒരു പ്രത്യാഘാതങ്ങളും ഇല്ലാതെ ബെൻഗുറിനെ തുടരാൻ കഴിയുന്നത് അയാൾ മുന്നോട്ട് വെക്കുന്ന വംശീയ മേൽക്കോയ്മ സിദ്ധാന്തത്തെ ആ രാജ്യം ഇന്നും പൂർണ്ണാർത്ഥത്തിൽ നെഞ്ചേറ്റുന്നത് കൊണ്ടുകൂടിയാണ്.